ഫെബ്രുവരി 11, 1847. ഈ ദിവസമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. തോമസ് ആൽവ എഡിസൺ 1847 ഫെബ്രുവരി 11 അമേരിക്കയിൽ ഒഹായോയിലെ മിലാൻ എന്ന ചെറിയ പട്ടണത്തിലാണ് ജനിച്ചത്. സാമുവൽ എഡിസൺ ജൂനിയറും നാൻസി മാത്യൂസ് എലിയട്ടും എന്ന ദമ്പതികളുടെ 7ാമത്തെ മകനായിരുന്നു അദ്ദേഹം. എഡിസന്റെ ബാല്യകാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സ്കൂളിൽ വെറും 3 മാസം മാത്രമേ അദ്ദേഹം പഠിച്ചുള്ളൂ. അധ്യാപകർ അദ്ദേഹത്തെ അല്പബുദ്ധി എന്ന് വിളിച്ചു. പക്ഷേ ഒരു മുൻ അധ്യാപിക കൂടിയായിരുന്ന അമ്മ നാൻസി തൻ്റെ മകനിലെ പ്രതിഭ തിരിച്ചറിഞ്ഞു. അവർ വീട്ടിൽ തന്നെ മകനെ പഠിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ എഡിസൺ ജിജ്ഞാസയുടെ മൂർത്തിഭാവമായിരുന്നു. വീട്ടിലെ ബേസ്മെന്റിൽ ഒരു ചെറിയ ലബോറട്ടറി സ്ഥാപിച്ചു. രാസവസ്തുക്കളും ഉപകരണങ്ങളും സംഭരിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. 12 വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കാൻ ട്രെയിനിൽ പത്രങ്ങൾ വിൽക്കാൻ തുടങ്ങി. ട്രെയിനിലെ ബാഗേജ് കാറിൽ അദ്ദേഹം ഒരു ചെറിയ ലബോറട്ടറിയും പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിച്ചു. അവിടെ വെച്ച് സ്വന്തമായി ഒരു പത്രം പോലും പ്രസിദ്ധീകരിച്ചു. 15 വയസ്സുള്ളപ്പോൾ ഒരു സുപ്രധാന സംഭവം നടന്നു. ട്രെയിൻ ട്രാക്കിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷിച്ചതിന് സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തെ ടെലിഗ്രാഫി പഠിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. 1869 22 വയസ്സുള്ളപ്പോൾ എഡിസൺ തൻ്റെ ആദ്യ പേറ്റന്റ് നേടി, ഇലക്ട്രോഗ്രാഫിക് വോട്ട് റെക്കോർഡർ. ഇത് നിയമസഭയിൽ വോട്ടെടുപ്പ് വേഗത്തിലാക്കാൻ സഹായിക്കുമായിരുന്നു. പക്ഷേ ആരും അത് വാങ്ങിയില്ല. ഈ പരാജയം അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് കണ്ടെത്തുക, എന്നിട്ട് മാത്രം കണ്ടുപിടിക്കുക. 1876 ന്യൂജേഴ്സിയിലെ മെൻലോ പാർക്കിൽ ലോകത്തിലെ ആദ്യത്തെ വ്യാവസായിക ഗവേഷണ ലബോറട്ടറി എഡിസൺ സ്ഥാപിച്ചു. 10 ദിവസത്തിൽ ഒരു ചെറിയ കണ്ടുപിടുത്തവും 6 മാസത്തിൽ ഒരു വലിയ കണ്ടുപിടുത്തവും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1877 എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ശബ്ദം റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും കഴിയുന്ന ആദ്യത്തെ ഉപകരണം. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന കവിത പാടി റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ലോകത്തെ അമ്പരിപ്പിച്ചു. എഡിസന്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തം ഇലക്ട്രിക് ലൈറ്റ് ബൾബാണ്. അതിനു മുൻപും പലരും ഇതിനു വേണ്ടി പ്രയത്നിച്ചിരുന്നു. പക്ഷേ എഡിസൺ അതിനെ പ്രായോഗികവും ദീർഘകാലം നിലനിൽക്കുന്നതുമാക്കി. 1879 ഒക്ടോബർ 21 40 മണിക്കൂർ തുടർച്ചയായി പ്രകാശിക്കുന്ന ഒരു ബൾബ് അദ്ദേഹം സൃഷ്ടിച്ചു. ഇതിനായി 3000-ലധികം പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നു. കാർബണൈസ്ഡ് ബാംബു ഫിലമെൻ്റ് ആയിരുന്നു വിജയത്തിൻ്റെ താക്കോൽ. ഞാൻ പരാജയപ്പെട്ടില്ല. പ്രവർത്തിക്കാൻ കഴിയാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ബൾബ് കണ്ടുപിടിച്ചത് മാത്രം പോരായിരുന്നു. വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ഒരു സംവിധാനം വേണമായിരുന്നു. 1882 ന്യൂയോർക്കിലെ പേൾ സ്ട്രീറ്റിൽ ആദ്യത്തെ വാണിജ്യ പവർ സ്റ്റേഷൻ എഡിസൺ സ്ഥാപിച്ചു. ഇത് ആധുനിക വൈദ്യുത വ്യവസായത്തിൻ്റെ തുടക്കമായി മാറി. 1891 കിനറ്റോസ്കോപ്പ് എന്ന ചലച്ചിത്രങ്ങൾ കാണാനുള്ള ഉപകരണം എഡിസൺ വികസിപ്പിച്ചു. ഇത് ആധുനിക സിനിമ വ്യവസായത്തിൻ്റെ അടിത്തറയായി. ഇന്ന് നമ്മൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോകളും ഈ കണ്ടുപിടുത്തത്തിൻ്റെ പരിണാമമാണ്. ചെറുപ്പത്തിൽ തന്നെ എഡിസൺ ഏതാണ്ട് പൂർണ്ണമായി ബധിരനായി മാറിയിരുന്നു. പക്ഷേ ഇത് ഒരു വരപ്രസാദമായി അദ്ദേഹം കണ്ടു. ബധിരത എന്നെ ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളിൽ നിന്ന് രക്ഷിച്ചു, എന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ സഹായിച്ചു എന്ന് അദ്ദേഹം പറയുമായിരുന്നു.
1880കളിൽ എഡിസന്റെ ഡയറക്റ്റ് കറണ്ടും നിക്കോള ടെസ്ലയുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിൽ കടുത്ത മത്സരമുണ്ടായി. ഇതിനെ കറന്റ് യുദ്ധം എന്ന് അറിയപ്പെടുന്നു. അവസാനം AC വിജയിച്ചു. കാരണം അത് കൂടുതൽ ദൂരം പ്രേക്ഷണം ചെയ്യാൻ കഴിയും. എഡിസൺ ഈ പോരാട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കുറയുന്നില്ല. എഡിസൺ ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, മികച്ച ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനി സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇത് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. വാർദ്ധക്യത്തിലും എഡിസൺ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ നാവികസേനയുടെ ഉപദേശക ബോർഡിലെ തലവനായി സേവനമനുഷ്ഠിച്ചു. 1931 ഒക്ടോബർ 18 84 വയസ്സുള്ളപ്പോൾ ന്യൂജേഴ്സിയിലെ വെസ്റ്റ് ഓറഞ്ചിൽ വച്ച് എഡിസൺ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രസിഡന്റ് ഹെർബർട്ട് ഹൂവർ അമേരിക്കക്കാരോട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1 മിനിറ്റ് വൈദ്യുത ലൈറ്റുകൾ അണയ്ക്കാൻ അഭ്യർത്ഥിച്ചു. തോമസ് ആൽവ എഡിസൺ കേവലം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ദാർശനികനായിരുന്നു. അദ്ദേഹം ഇരുണ്ട ലോകത്തിന് വെളിച്ചം നൽകി, നിശബ്ദമായ ലോകത്തിന് ശബ്ദം നൽകി, നിശ്ചലമായ ലോകത്തിന് ചലനം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം വിജയത്തിനുള്ള തടസ്സമല്ല. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും എന്തും സാധ്യമാക്കും.